ഇസ്ലാമിലെ സുപ്രധാനമായ അടിസ്ഥാന വിഷയങ്ങൾ, ആദർശപരമായ വിഷയങ്ങൾ, അഖീദാപരമായ വിഷയങ്ങൾ, കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ അതത് വിഷയങ്ങളിൽ അവഗാഹം നേടിയിട്ടുള്ള അറബി ഭാഷയിലും ഖുർആനിലും ഹദീസിലുമൊക്കെ അവഗാഹം നേടിയ പണ്ഡിതന്മാരാണല്ലോ പറയേണ്ടത്. എന്നാൽ അത്തരം പണ്ഡിതന്മാരുടെ പ്രമാണബദ്ധമായ വിശദീകരണങ്ങൾക്ക് യാതൊരു നിലയും വിലയും കൽപ്പിക്കുന്നില്ല. പിന്നെ അത്തരം വിഷയത്തിൽ സംസാരിക്കുന്നത് ആരാണ്? മദ്രസ പഠനം പോലും ഒരു വേള പൂർത്തിയാക്കാത്ത ആളുകൾ, അറബി ഭാഷ എന്താണ് എന്ന് പോലും അറിയാത്ത ആളുകൾ, ഖുർആനിലോ ഹദീസിലോ യാതൊരു നിലക്കുമുള്ള പരിജ്ഞാനമില്ലാത്ത ആളുകൾ, യാതൊരു അഡ്രസ്സും ഇല്ലാത്ത ആളുകൾ, അവരാരാണ് എന്ന് സമൂഹത്തിന് തന്നെ അറിയില്ല. അതേപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന് ഒരു സേവനം പോലും നടത്താത്ത ആളുകൾ. ഇത്തരം ആളുകളുടെ വാക്കുകൾ പ്രാമാണികമായ വാക്കുകളായി സ്വീകരിക്കപ്പെടുകയും എന്നാൽ മുസ്ലിം ഉമ്മത്തിൽ ഏത് നാട്ടിൽ പോയാലും ഒരു പേര് പറഞ്ഞാൽ ആ പണ്ഡിതനെ എല്ലാവരും അറിയുന്ന മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം അംഗീകരിക്കുന്ന വലിയ വലിയ കിബാറുകളിൽപ്പെട്ട പണ്ഡിതന്മാർ, സമൂഹത്തിന് വലിയ വലിയ സേവനങ്ങൾ ചെയ്തവർ, വൈജ്ഞാനികമായി തഫ്സീറിലും ഹദീസിൻ്റെ വിഷയത്തിലും ഭാഷയിലും എല്ലാം സേവനം ചെയ്ത മഹാപണ്ഡിതന്മാരായ ആളുകൾക്ക് പുല്ലുവിലയാണ് ആളുകൾ കൽപ്പിക്കുന്നത്. എന്നാലോ ഇതേപോലെയുള്ള യാതൊരു അഡ്രസ്സുമില്ലാത്ത, മുസ്ലിം ഉമ്മത്തിന് ഒരു സേവനവും ചെയ്യാത്ത, മര്യാദക്ക് മതവിദ്യാഭ്യാസം പോലുമില്ലാത്ത വായാടികളായ ചില ആളുകൾ, ആ ആളുകളുടെ വാക്കുകൾക്ക് അപ്രമാദിത്വം കൽപ്പിക്കുകയും പണ്ഡിതന്മാരുടെ വലിയ വലിയ പഠനങ്ങളെ തള്ളുകയും ചെയ്യുന്ന ഒരു ദുരന്തവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അത് വളരെ വലിയ ദുരന്തമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ഈ മതം നശിച്ചു പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വലിയ വലിയ അറിവുള്ള പണ്ഡിതന്മാർ അവഗണിക്കപ്പെടുകയും അറിവില്ലാത്ത ആളുകൾ പിന്തുടരപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ഉമ്മത്ത് ഫസാദിലായി പോകും എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് പണ്ഡിതന്മാരെ അവഗണിച്ച് സാധാരണക്കാരായ ആളുകളുടെ പിന്നാലെ കൂടൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട്